അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മളെയെല്ലാം അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. പ്രിയമുള്ളവരെ, ആനന്ദകരമായ സർവ്വത്തിനെയും മുറിച്ചു കളയുന്ന ഒന്നാണ് മരണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മരണം എന്നത് മനുഷ്യൻ്റെ അവസാനമല്ല, അത് പരലോക ജീവിതത്തിൻ്റെ ആദ്യ കവാടമാണ്. ഒരിക്കലും മടങ്ങി വരാത്ത ഒരു യാത്ര, സുദീർഘമായ ഒരു യാത്ര. ആ യാത്രയ്ക്കുള്ള യാത്രാ വിഭവങ്ങൾ ഒരുക്കി നമ്മൾ അതിനു വേണ്ടി തയ്യാറായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, ഒരു മനുഷ്യനെ ഏത് ഭൂമിയിൽ വെച്ച് മരണം വിധിച്ചുവോ അവിടേക്ക് എത്തിച്ചേരാൻ ആ മനുഷ്യനൊരാവശ്യം കൊടുക്കുകയും അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് നിശ്ചയിച്ച സമയത്ത് അവൻ മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു ഉച്ചരിച്ച് മരിക്കുവാനും മരണവേദന ലഘൂകരിക്കുവാനും അതിന് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, സുഹൃതങ്ങൾ, നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും വേണം. ലോക അനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും മരണവേദന കടുപ്പമായിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ സക്കറാത്തുൽ മൗത്ത്. അള്ളാഹുവെ, മരണവേദന ലഘൂകരിപ്പിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ആലി ഇമ്രാൻ 3-ാമത്തെ സൂറത്താണ്. അതിൽ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ വമൽ ഹയാത്തദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അള്ളാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. വഇന്നമാ തവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വെച്ച് മാത്രമാണ് ഒരു മനുഷ്യൻ ചെയ്ത അമലുകളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹു പൂർണ്ണമായി നൽകപ്പെടുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി, അപ്പോൾ നരകത്തിൽ നിന്നും ആരെ അകറ്റി നിർത്തി വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കടത്തുന്നവരാരോ ഫഖദ് ഫാസ, അവരാണ് വിജയികൾ എന്ന് അള്ളാഹു പറയുന്നു. വമൽ ഹയാത്തദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ജീവിതം വെറും ഒരു കബളിപ്പിക്കുന്ന ഒന്നല്ലാതെ മറ്റൊന്നുമില്ല എന്നും അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ സൂറത്തിൽ അൽ ഹഷർ 59-ാമത്തെ സൂറത്താണ്. അതിൽ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വതൻളുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഅദിൻ ഇത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. വതൻളുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഅദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ഇന്നല്ലാഹ ഖബീറൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അള്ളാഹു അറിയുന്നവനാണെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്. ജനിച്ചവരെല്ലാം മരിക്കും. അവധി ആസന്നമായാൽ പിന്നെ ഞൊടിയിടെ അള്ളാഹു ബന്ധിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
മരണചിന്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നു. പരലോകത്ത്, അതായത് ആഖിറത്തിൽ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മേഖലകളുണ്ട്. അതിലേതിലേക്കാണ് നമ്മൾ ചെന്നു ചേരേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ചിന്താശക്തി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഒരെന്നാൾ വരാനിരിക്കുന്നു, ഇന്ന് കാണുന്ന ഈ ലോകമല്ല അന്ന്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലാ യുൻഫിയു മാലുൻ വലാ ബനൂൻ, സമ്പത്തും സന്താനവും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു. ആ ദിവസത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ്. അവന് മേലെ അധികാരികളില്ല, അവന് താഴെ അധികാരികളില്ല. നീതി മാത്രം വിധിക്കപ്പെടുന്ന ആ ദിവസം ഒരു മനുഷ്യൻ്റെ സർവ്വ നിമിഷങ്ങളും വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ നിമിഷങ്ങളും, ഓരോ കാര്യങ്ങളും, ഓരോ നിമിഷത്തിൽ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒന്നൊഴിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നു. താൻ ചെയ്ത തിന്മകളുടെ മുൾക്കിരീടം ഏറ്റുവരെ ചൂടേണ്ടി വരുന്ന ആ ദിവസം, ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന കഠോരമായ ദിനം, ഏതേത് അർത്ഥനാദങ്ങളാണ് കാതിൽ മുഴങ്ങുന്നത്. കത്തിക്കാളുന്ന നരകാഗ്നി മുന്നിൽ കണ്ടുകൊണ്ട് പേടിച്ചരണ്ട് വിറച്ചു ധരിക്കുന്ന ആ ദിവസം, തിന്മയുടെ പ്രതീകമായി ജീവിച്ച മനുഷ്യൻ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നീതിയുടെ ദിവസം, സൽക്കർമ്മികൾ മധുരഫലങ്ങൾ ഏറ്റുവാങ്ങുന്ന ആ അസുലഭ മുഹൂർത്തം, ആ ദിവസത്തിൻ്റെ നാളേക്ക് വേണ്ടി, ആ ദിവസത്തിൻ്റെ വിജയത്തിന് വേണ്ടി വേദിയൊരുക്കുക എന്നതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഉത്തമമായ വിഭവം തഖ്വയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഇസ്രാ 17-ാമത്തെ സൂറത്താണ്. അതിൽ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇന്ന സംവ വൽ ബസറ വൽ ഫുവാദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും കേൾവിയും, വൽ ബസറ കാഴ്ചയും, വൽ ഫുവാദ ഹൃദയം, കുല്ലു ഉലൈക എല്ലാത്തിനെ പറ്റിയും, കാന അൻഹു മസൂല ഇതിനെല്ലാം ചോദിക്കപ്പെടുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് വരെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാളിൻ്റെ കാൽപാദവും ചലിക്കാൻ അനുവദിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, തൻ്റെ ആയുസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്, എന്തിനു വേണ്ടി നശിപ്പിച്ചു, ഇത് അള്ളാഹു ചോദിക്കും. രണ്ടാമത്, തൻ്റെ ശരീരം എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. മൂന്നാമത്തേത്, തൻ്റെ അറിവ് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. നാലാമത്തേത്, തൻ്റെ ധനം എങ്ങനെ സമ്പാദിച്ചു, അത് എങ്ങനെ ചിലവഴിച്ചു. ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള വിചാരണയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ശരീരത്തെ സ്വന്തമായി നമ്മൾ വിചാരണ ചെയ്യണം. എന്നാൽ സ്വന്തമായി വിചാരണ ചെയ്താൽ നമ്മുടെ കണക്ക് അള്ളാഹു എളുപ്പമാക്കി തരും, ലഘൂകരിക്കും, നമ്മൾ അവിടെ വിജയിക്കുകയും ചെയ്യും. അതിനൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ രാമരാജ്യം കൊണ്ട് വിവക്ഷിക്കുന്നത് ഉമർ ഫാറൂഖിൻ്റെ ഭരണത്തെയാണെന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞ അതേ ഉമർ ഫാറൂഖിൻ്റെ ഭരണകാലത്ത് മഹാനവറുകൾ ഓരോ ദിവസവും ഒരു ഏട് തയ്യാറാക്കി മഹാനവറുകൾ ചെയ്തിട്ടുള്ള ഓരോ ദിവസത്തെ കാര്യങ്ങളും ആ ഏടിൽ എഴുതി വയ്ക്കുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയാകുമ്പോഴും ആ ഏടെടുത്ത് പരിശോധിച്ച് മഹാനവറുകൾ വായിച്ചു നോക്കിയിട്ട് ആരും കാണാതെ എന്തെങ്കിലും മരുതാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സ്വന്തമായി ശരീരത്തെ അടിച്ച് വിചാരണ ചെയ്യുമായിരുന്നു. എന്തിനാണ് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറഞ്ഞ് ശരീരത്തെ അടിക്കുമായിരുന്നു. മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ സഹാബാക്കൾ മയ്യത്ത് കുളിപ്പിക്കാൻ വസ്ത്രം അഴിച്ചു മാറ്റിയപ്പോൾ ശരീരം മുഴുക്കലും അടികളുടെ പാടുകൾ കാണാമായിരുന്നു. നമ്മൾ മഹാനായ സഹാബി കഅബൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ തന്നിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് തൗബ ചെയ്ത് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോടുത്ത് ദുആ ചെയ്ത് കണ്ണുനീരൊഴുക്കി ഹൃദയം നൊന്ത് കരഞ്ഞാൽ ആ കരയുന്ന കണ്ണുനീർ ആ മനുഷ്യൻ്റെ തൂക്കത്തിന് സ്വർണം ദാനം ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണെന്ന് സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചവരാണോ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന തെളിവെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഭൗതികമായ വിഭവങ്ങൾ നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് തന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ. എങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചവരാണോ എന്നറിയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇൽമ നൽകപ്പെട്ടവർ, ദീൻ നൽകപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചവരാണെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആകാശത്തുള്ളവർ മുഴുക്കയും നമ്മളെ ഇഷ്ടപ്പെടും. ആകാശത്തുള്ളവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുക്കയും ആളുകളുടെ മനസ്സിൽ അള്ളാഹു നമ്മളെ കൊണ്ടുള്ള ഇഷ്ടം നിറയ്ക്കും. ഭൂമിയിലുള്ള ആളുകളുടെ മുഴുക്കയും ഇഷ്ടം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സ്വീകാര്യത നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചവർക്കുള്ള ആ സ്വീകാര്യത എന്ന് അള്ളാഹു നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്ത് അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ളവരായി നാളെ മഹ്ശറയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ, സ്വർഗത്തിൻ്റെ അഹ്ലികാരാകുവാൻ അള്ളാഹു നമ്മളെയെല്ലാം തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സർവശക്തനായ നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടതിൽ നന്നായി, ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. പ്രിയ സഹോദരനെയും നമുക്ക് എല്ലാവരെയും സ്വർഗത്തിൽ വെച്ച് കാണുവാൻ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരൻ്റെ വാക്ക് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മലബാർ കിച്ചൻ എന്ത് സ്ഥാപനമാണോ എന്തോ ബിസിനസ്സുകാരോ എന്നറിയില്ല, അവരും ആമീൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ബിസിനസ്സിൽ വർധനവ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണെന്നറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ദുആ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവെ എന്തുദ്ദേശത്തോടു കൂടിയാണോ ദുആ കേൾപ്പിച്ചത്, ആ ദുആയി അള്ളാഹുവെ അവർക്ക് നീ സഫലീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ അവരിൽ നിന്നുള്ള രോഗങ്ങളെല്ലാം നീ മാറ്റി ശിഫ കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാഹ്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ പലരും അൽഹംദുലില്ലാ, ആമീൻ, മാഷാ അല്ലാ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ വെച്ച് കാണുവാൻ, കണ്ടുമുട്ടുവാൻ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.